വൈകുന്നേരം കഴിക്കാൻ എന്ത് വേണമെന്ന്? അല്ല, അതല്ല, മുട്ടായല്ല. മാമ് വേണ, ബിരിയാണി വേണ, എന്ത് വേണം? ചപ്പാത്തി വേണ, എന്ത് വേണം? ബിരിയാണി വേണം. അപ്പൊ നമുക്കില്ലേ പാറക്കുട്ടിക്ക് കൊറേ ആയ ആഗ്രഹം. എന്ത് വേണ? ബിരിയാണി. അപ്പൊ ഇന്ന് ഞങ്ങ വൈകുന്നേരം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണം. അപ്പൊ ഞാൻ ബിരിയാണി വേണം, നെയ്ച്ചോറ് വേണോ? ബിരിയാണി മതിന്ന്. അപ്പൊ ഞാൻ ബിരിയാണി നോക്കട്ടെ. ബിരിയാണി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇല്ലല്ലോ. അപ്പൊ നെയ്ച്ചോറ് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. ഓക്കെ. അപ്പൊ അവള് പറയണോ ബിരിയാണി എന്നെ വേണവേ. അപ്പൊ ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പൊ ചിക്കനൊന്നുമില്ല, വെറുതെ ഒന്ന് തട്ടിക്കൂട്ടി വെജിറ്റബിൾ ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കും. ആര് കഴിക്കും? അമ്മ കഴിക്കോ, പാറു കഴിക്കുവോ? അപ്പൊ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം ഇന്ന്. എന്താ ഉണ്ടാക്കാൻ പോണ്? നിനക്കെന്ത് വേണം? നിനക്കെന്ത് വേണം? അങ്ങനെ പാറക്കുട്ടിന്റെ ആഗ്രഹം പോലെ ഇവിടെ വെജിറ്റബിൾ ബിരിയാണി റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അവർക്ക് കഴിക്കാൻ കൊടുക്കാം. സമയം 7:30 കഴിക്കാൻ കൊടുക്കാം. അവിടെ ഇരിക്കാനാണ്. വേണമെങ്കിൽ പോട്ടെ, വേണ്ടെങ്കിൽ കഴിക്കണ്ട. വേണ്ടെങ്കിൽ പോ, വേണമെങ്കിൽ കിടന്നു. ആനമുട്ട വേണോ? വന്നു തരാം. വിടട്ടെ? പിന്നെ എന്തിനു വേണ്ട പറഞ്ഞു? ഇത് ഋതിക്കിനാണ്. ഓ, എങ്ങനെയുണ്ട് വാറൂസേ? കഴിക്കി. ടേസ്റ്റ് ഉണ്ടോ? കഴിക്കി. നമ്മുടെ പാറക്കുട്ടിയുടെ ആഗ്രഹം ഇവിടെ നടന്നിട്ടുണ്ട്. ബിരിയാണിയും മുട്ടക്കറിയും വെച്ചു തന്നു അല്ലേ അമ്മ? എന്ത് വെച്ചെന്ന്? പിന്നെയോ? അപ്പോ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനല് സപ്പോർട്ട് ചെയ്യാൻ പറ. സപ്പോർട്ട് ചെയ്യണം. ബായ് പറ. അപ്പൊ ബിരിയാണി കഴിക്കാൻ പോകണേ. ബായ് ബായ് പറ. അപ്പോൾ അങ്ങനെ പാറക്കുട്ടിൻ്റെ ആഗ്രഹം പോലെ വെജിറ്റബിൾ ബിരിയാണിയും മുട്ടക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആദ്യം ഞാൻ ഉണ്ടാക്കി തരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് എന്തോ അലിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബായ്.